കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. ഏഷ്യ ലൈവ് ടിവിയുടെ ജ്യോതിഷ പ്രോഗ്രാമിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഞാൻ പറയുന്ന വിഷയം ഓരോ ദശാകാലത്തും ആരാധിക്കേണ്ട ദേവതകളാണ്. ഒരു മനുഷ്യായുസ്സിൽ ഒരു മനുഷ്യന്, അത് സ്ത്രീ ആയാലും പുരുഷനായാലും, ഓരോ ദശാകാലം വന്നു ചേരും ഇല്ലേ? സൂര്യദശ, ചന്ദ്രദശ, അത് കഴിഞ്ഞാൽ കുജദശ, ബുധദശ, വേഴദശ, ശുക്രദശ, ശനിദശ, അങ്ങനെ ഓരോ ദശാകാലം നമ്മൾ അനുഭവിക്കേണ്ടി വരും. അപ്പോൾ ഓരോ ദശാകാലത്തും നമ്മൾ ഏതൊക്കെ ദേവതകളെ, ഓരോ ദശകൾക്കും ഓരോ ദശാനാഥന്മാർക്കും ഓരോരോ ദേവതകളുണ്ട്. ആ ദേവതകളെ നമ്മൾ ആ ദശാകാലത്ത് നമ്മൾ ഭജിച്ചാൽ ആ ദശകാലത്ത് നമുക്ക് വരുന്ന ദുരനുഭവങ്ങൾ ഇന്നും നമ്മളെ ആ ദേശാനാഥന്മാർ നമ്മളെ രക്ഷിക്കും. നമ്മൾ അതിൽ നിന്നും നമുക്ക് മുക്തി തരും, ആ ദോഷകാര്യങ്ങളിൽ നിന്ന്. അവരെ നമ്മൾ ആ ദേശാകാലത്ത് അവരെ നമ്മൾ ഇത് ചെയ്യണം. അതുകൊണ്ടാണല്ലോ പണ്ട് കാലത്ത് ആൾക്കാർ പലരും ഈ ജാതകമൊക്കെ എഴുതി വെക്കുന്നത്. അപ്പം ജാതകത്തിൽ കൃത്യമായി എഴുതിയിട്ടുണ്ടാവും ഓരോ കാലത്തും അവർക്ക് ഇന്ന വയസ്സ് മുതൽ ഇന്ന വയസ്സ് വരെ ഇന്ന ദശാകാലം, അതിൻ്റെ ദശാനാഥൻ, ഇന്ന ദൈവം, ആ ദൈവത്തിന് ചെയ്യേണ്ട വഴിപാടുകൾ ഇന്നതാണ് എന്നൊക്കെ ഓരോ ജാതകത്തിൽ എഴുതിയിട്ടുണ്ടാവും ഇല്ലേ? അപ്പം ആ ദശാകാലത്ത് അപ്പം ജാതകം ഒന്ന് പരിശോധിച്ചാൽ ഏത് കൊല്ലത്തിലാണ്, ഏതൊക്കെ കാലത്തിലാണ് അവർക്ക് ഈ ഓരോ ദശാകാലങ്ങൾ വന്നു ചേരുന്നത് എന്ന് അവർക്കത് ഇന്ന് മനസ്സിലാകും. അതനുസരിച്ച് പരിഹാരങ്ങൾ ചെയ്ത് മുന്നോട്ട് പോയാൽ തീർച്ചയായിട്ടും അതിന് ഗുണമുണ്ടാവും. അതാണ് ജാതകം എഴുതുന്നതിലുള്ള ഗുണം. അതാണ് ജാതകം എഴുതി വെച്ചാലുള്ള ഗുണം. അതാണ് കാരണം ഓരോ മനുഷ്യൻ്റെ ഓരോ സമയത്തും വരുന്ന ദശാകാലം ഏതാണെന്ന് അവന് ആ ജാതകത്തിൽ കൂടി അവന് അറിയാൻ പറ്റും. അതുകൊണ്ടാണ് അപ്പം ജാതക പരിശോധന നടത്തിയത് നല്ലതാണ്. അതിൽ നിന്ന് അവർക്ക് ആ ദോഷാനുഭവങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ സാധിക്കും. അപ്പോൾ അതേപോലെ അനുസരിച്ച് അപ്പോൾ ഓരോ ദേശാകാലത്തും നമ്മൾ വരുന്ന ആ ദേവതകൾ ആരാണ്, ആ ദശയുടെ നാഥൻ ആരാണ്, ദശാനാഥൻ്റെ ദേവത ആരാണ് ഒക്കെ നമ്മൾ ഒന്ന് വിശദമായി പറയാനാണ് ഞാനിവിടെ ആഗ്രഹിക്കുന്നത്. അപ്പം കേതുർദശ ഒരു ദശാകാലമാണ്. കേതുർദശ, കേതുർദശയിൽ ഗണപതിയാണ് ദേവത. കേതുർദശയുടെ ഗണപതിയാണ്. അതേപോലെ ചാമുണ്ടിയും, ഗണപതിയും ചാമുണ്ടിയും കേതുർദശയിൽ ദേവതകളായി, കേതുർദശയുടെ ദേവതകളാണ് ഗണപതിയും ചാമുണ്ടിയും. അതുപോലെ ശുക്രദശക്ക് ദേവിയാണ്. ശുക്രദശക്ക് ദേവിയാണ്. സൂര്യദശക്ക് ശിവനാണ്. സൂര്യദശയുടെ ദേവൻ ശിവനാണ്. ചന്ദ്രദശയുടെ ദേവൻ ദേവീ സമേതനായ ശിവൻ, പിന്നെ ദുർഗ. ദേവീ സമേതനായ ശിവനും ദുർഗയും ചന്ദ്രദശയുടെ ദേവതകളാണ്. പിന്നെ കുജദശ ഭദ്രകാളി, സുബ്രഹ്മണ്യൻ, ഹനുമാൻ ഒക്കെയാണ്. ദശകാലത്ത് നമ്മൾ ആരാധിക്കേണ്ട ദേവത ഭദ്രകാളിയും സുബ്രഹ്മണ്യനും ഹനുമാനും ഒക്കെയാണ് കുജദശകാലത്ത് നമ്മൾ ആരാധിക്കേണ്ട ദേവതകൾ. പിന്നെ രാഹുർദശ, ഈ രാഹുർദശ കാലത്ത്, രാഹുർദശ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 18 വർഷമാണ് രാഹുർദശ. അപ്പോൾ ആ സമയത്ത് വളരെ നീണ്ട കാലമാണത്. ഇത്തിരി കഷ്ടപ്പാടും ദുരിതങ്ങളൊക്കെ വരാവുന്ന ഒരു കാലമാണ് ഈ രാഹുർദശ കാലം. ആ സമയത്ത് നമ്മൾ ശിവനെ ആരാധിക്കണം, സർപ്പദൈവങ്ങളെയും ആരാധിക്കണം. ശിവനെയും സർപ്പദൈവങ്ങളെയും രാഹുർദശ കാലത്ത് നമ്മൾ ആരാധിച്ചാൽ നമുക്ക് ആ രാഹുർദശയിൽ നിന്ന് നമുക്കൊരു മോചനമുണ്ട്. രാഹുർദശയുടെ ദോഷാനുഭവങ്ങളിൽ നിന്നും മോചനം ഉണ്ടാവും. അതേപോലെ തന്നെ വേഴദശ എന്ന് പറഞ്ഞാൽ 16 വർഷമാണ് വേഴദശ. വേഴദശയുടെ ദേവൻ ദശാനാഥൻ വിഷ്ണുവാണ്. അതായത് മഹാവിഷ്ണു. വിഷ്ണു ഭഗവാനെ പ്രാർത്ഥിക്കുകയും അതിനുള്ള വിഷ്ണു ഭഗവാന്റെ
ക്ഷേത്ര ദർശനം നടത്തുകയും വിഷ്ണു സഹസ്രനാമം ചൊല്ലുകയും ഒക്കെ ചെയ്താൽ വേഴദശയുടെ ദോഷങ്ങൾ പലതുണ്ടെങ്കിലും മാറിക്കിട്ടുകയും ചെയ്യും. വേഴദശയുടെ ആ ഗുണാനുഭവങ്ങൾ നമ്മൾക്ക് ഒരു തടസ്സം കൂടാതെ നമ്മളിൽ ഏൽക്കുകയും ചെയ്യും. പിന്നെ അതുപോലെ തന്നെ ശനിദശ 19 വർഷവും. ഈ ശനിദശ കാലം എന്ന് പറഞ്ഞാൽ അതും ഒരിത്തിരി ബുദ്ധിമുട്ടുള്ള കാലമാണ്. 19 വർഷമല്ലേ ശനിദശ. അപ്പം ശനിദശ കാലത്ത് ആരൊക്കെയാണ് നമ്മൾ ആ ശനിദശയുടെ ദേവന്മാരാരാണ്? അവരെയൊക്കെയാണ് നമ്മൾ ആരാധിക്കേണ്ടത്. അതായത് ശാസ്താവ്, ശിവൻ, ഹനുമാൻ, ഇവരൊക്കെ ശനീശ്വരന്മാരാണ്. അപ്പം ശാസ്താവിനെയും ശിവനെയും ഹനുമാനെയൊക്കെ നമ്മൾ ശനിദശാകാലത്ത് ആരാധിച്ചാൽ വളരെ നല്ലതാണ്. അതേപോലെ തന്നെ ബുധദശ എന്ന് പറഞ്ഞാൽ 17 വർഷമാണ് ബുധദശ. ഈ മഹാവിഷ്ണുവിൻ്റെ അവതാരങ്ങളാണ് ബുധദശയുടെ നാഥന്മാർ, അതായത് ദേവന്മാർ. അതായത് ശ്രീകൃഷ്ണൻ, ശ്രീരാമൻ, വിഷ്ണുവിൻ്റെ അവതാരങ്ങൾ, മറ്റവതാരങ്ങൾ, ഇതെല്ലാം ബുധദശാകാലത്ത് ആരാധിക്കേണ്ട ദേവതകളാണ്. ഈ വിഷയം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.